ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് വിനീഷ് ചേരുന്നത്. വിനീഷ്, നമ്മളോട് ഇപ്പോൾ പമ്പ, പന്തളം, നിലയ്ക്കൽ അവിടെ നിന്നൊക്കെയുള്ള പ്രതിനിധികൾ, എരുമേലി, അതെ, പങ്കുവച്ച കാര്യങ്ങൾ ഇപ്പോഴും ഒരു മാറ്റവും വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. വിനീഷിന് തലസ്ഥാനത്ത് നിന്ന് പറയാൻ എന്തൊക്കെയാണുള്ളത്? കാരണം ഒരു ഭാഗത്ത് നമുക്കറിയാം, ഇപ്പോൾ ശബരിമല സന്നിധാനവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം വാർത്തകളാണ് ഇങ്ങനെ ചൂടുപിടിച്ചുകൊണ്ട് നിൽക്കുന്നത് എന്നുള്ളതറിയാം. അതൊക്കെ മാറ്റി വെച്ചുകൊണ്ട് ഇനിയുള്ള ഈ മണ്ഡല മകരവിളക്ക് സമയം വരുമ്പോൾ, ദിവസങ്ങളിലേക്ക് അടുക്കുമ്പോൾ ദേവസ്വം ബോർഡ് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അതിൻ്റെ നടപടികൾ എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം നമ്മൾ തൊട്ടു മുൻപ് ഇപ്പോഴുള്ള അവസ്ഥകളൊക്കെ കണ്ടതാണ്. അവിടെ പന്തളത്തു നിന്നും, പമ്പയിൽ നിന്നും, നിലയ്ക്കലിൽ നിന്നും, എരുമേലിയിൽ നിന്നുമൊക്കെ ഒരു മാറ്റവുമില്ല. ഇനിയെങ്കിലും ദേവസ്വം ബോർഡ് ഏതെങ്കിലും രീതിയിലുള്ള നടപടികളിലേക്കോ യോഗങ്ങളിലേക്കോ ഒക്കെ കടക്കാനുള്ള സാധ്യത കാണുന്നുണ്ടോ? പ്രദീപുള്ള, രോഹിണി, ഗുഡ് മോർണിംഗ്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ അടുത്ത ദേവസ്വം പ്രസിഡന്റിനെ മാറ്റാനുള്ള കാര്യങ്ങൾ മാത്രമാണ് ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നടക്കുന്നത് എന്നതാണ് നമുക്ക് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ എടുത്തു പറയേണ്ടത്, സർക്കാർ മുന്നൊരുക്കങ്ങൾ ആകെ പാളിച്ചയിലേക്ക് തന്നെ നീങ്ങുന്നു എന്നതാണ്. നമ്മുടെ ഓരോ പ്രതിനിധികളും നമ്മുടെ ഏറ്റവും തന്നെ ശബരിമലയുടെ ഏറ്റവും അടുത്ത പ്രദേശങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ അവിടുത്തെ മുന്നൊരുക്കങ്ങൾ അത് പൂർണ്ണമായും തകർന്ന അവസ്ഥയിലാണ്. മുന്നൊരുക്കങ്ങൾ തന്നെ യാതൊന്നുമില്ലാത്ത സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. സമാനമായ സാഹചര്യം തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആസ്ഥാനത്തിന് മുന്നിലാണ്. ആ ആസ്ഥാനത്ത് നിന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്, മുന്നൊരുക്കങ്ങൾക്ക് പിന്നാലെയല്ല, മണ്ഡല മകരവിളക്ക് കാലം ആരംഭിക്കുന്നതിന് മുന്നോടിയായിട്ടുള്ള മുന്നൊരുക്കങ്ങൾക്ക് പിന്നാലെയല്ല ദേവസ്വം ബോർഡ് ഭരണസമിതി ഇപ്പോൾ കടന്നിരിക്കുന്നത്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള നീക്കങ്ങൾ യാതൊന്നും തന്നെ നടന്നിട്ടില്ല. ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത്, ശബരിമലയിലെ അയ്യപ്പൻ്റെ സ്വർണ്ണ കവർച്ച നടത്തിയവരെ സംരക്ഷിക്കാനുള്ള നീക്കം പല ഘട്ടങ്ങളിലായി ഇപ്പോഴത്തെ ദേവസ്വം ഭരണസമിതിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം മുന്നൊരുക്കങ്ങളിൽ വലിയ രീതിയിലുള്ള പാളിച്ചകൾ ഉണ്ടാകുന്നു. അല്ലെങ്കിൽ പല ഘട്ടങ്ങളിലായി ദേവസ്വം ബോർഡുകളുടെ മീറ്റിങ്ങുകൾ, വിവിധ വകുപ്പുകളെ ഏകോപിച്ചുകൊണ്ടുള്ള മീറ്റിങ്ങുകളൊക്കെ നടക്കാറുണ്ട്. അത് ഇത്തവണ വലിയ രീതിയിൽ നടന്നിട്ടില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ദേവസ്വം ബോർഡ് ആസ്ഥാനത്ത് നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള എല്ലാ തീരുമാനങ്ങളും കൈക്കൊള്ളേണ്ടത്. ആ തീരുമാനങ്ങളിലേക്ക് ഇപ്പോഴും കടക്കാത്ത സാഹചര്യമാണുള്ളത്. പക്ഷേ പാർട്ടി നേതൃത്വം, പ്രത്യേകിച്ച് CPM-നെ സംബന്ധിച്ചിടത്തോളം അടുത്ത ദേവസ്വം പ്രസിഡന്റ് ആരാകണം, അവരുടെ ഭരണ കൈമാറ്റം എങ്ങനെ നടപ്പിലാക്കണം എന്നതിനപ്പുറം മറ്റൊരു ചിന്ത, ഭക്തരുടെ കാര്യങ്ങളിലേക്കുള്ള ചിന്തകളിലേക്ക് ദേവസ്വം ബോർഡ് ആസ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ ഭരണപക്ഷത്തുള്ള അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ ഭരണസമിതിയിലെ അംഗങ്ങളോ ദേവസ്വം പ്രസിഡന്റോ, ഇപ്പോൾ നിലവിലുള്ള ദേവസ്വം പ്രസിഡന്റോ ആലോചിച്ചിട്ട് പോലുമില്ല എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായിരുന്നാലും ശബരിമലയെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ ഏറ്റവും പ്രധാനമായി നമുക്ക് എടുത്തു പറയാനുള്ളത് നിലവിലെ വളരെയധികം ശരിയാണ്. വിനീഷ് പറഞ്ഞ പോലെ തന്നെ ആകെ അവിടെ നടക്കുന്ന ആലോചന എന്ന് പറയുന്നത്, അടുത്ത പ്രസിഡന്റ് ആകുക, അടുത്ത നോമിനികൾ ആരായിരിക്കാം, അടുത്ത ദേവസ്വം ബോർഡ് മെമ്പർമാർ ആരായിരിക്കാം, ഇതിലൊക്കെ അധികാരത്തിൻ്റെയും പവറിൻ്റെയും അതെങ്ങനെ പ്രയോഗിക്കാം എന്നതിൻ്റെയും ചർച്ചകളും കൂടിയാലോചനകളും തർക്കങ്ങളും മാത്രമാണ് സജീവമായി നടക്കുന്നത് എന്ന് മാത്രമല്ല, അതിനും അപ്പുറമുള്ള കാര്യങ്ങളിലേക്കും നമുക്കെത്താം. ഇന്നൊരു പക്ഷേ അറിയാൻ കഴിയും, TK ദേവകുമാറാണോ അടുത്ത ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എന്ന്. PS പ്രശാന്ത് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആകും, തുടരും എന്നാണ് കേട്ടിരുന്നത്. എന്നാൽ അടുത്തിടെ നടന്ന സ്വർണ്ണ കവർച്ചയും അത് സംബന്ധിച്ച സംശയമുനകളും ചോദ്യമുനകളും ഒക്കെ പ്രശാന്തിലേക്ക് അടക്കം നീങ്ങുന്നു. നിമിഷം വരെ പ്രശാന്തിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയായിരുന്നു മുഖ്യമന്ത്രി അടക്കമുള്ളവർ. ഇപ്പോഴത്തെ ഭരണസമിതി കൂടി ഒരു ചോദ്യമുനയിൽ വന്നപ്പോൾ ഹൈക്കോടതി നിശിതമായ വിമർശനം ഉന്നയിച്ചപ്പോഴാണ് എന്നാൽ പിന്നെ മുഖം രക്ഷിക്കാനുള്ള മറ്റൊരു നയത്തിലേക്ക് പോകാം. ദേവകുമാറും അതിവിശ്വസ്തൻ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ. അതുകൊണ്ട് അല്ല, അത് ഏറ്റവും ഈ പരിഗണന, പ്രാഥമിക പരിഗണന എന്ന് പറയുന്നത് ഇതാണല്ലോ. വിശ്വസ്തത ആരോട്, വിശ്വാസ്യത ആർക്ക് വേണ്ടി, വിശ്വസ്തതയും ലോയൽറ്റിയും. അതെ. അപ്പോ നമുക്ക് സുധീഷ് ഗോപാൽ തയ്യാറാണ്. ചെങ്ങന്നൂരിലെ ശബരിമല തീർത്ഥാടനത്തിലെ സുപ്രധാനമായ ഒരു ഇടത്താവളമാണ് ചെങ്ങന്നൂർ. കഥ മറ്റൊന്നാവാൻ സാധ്യതയില്ല എങ്കിൽ പോലും സുധീഷിലേക്ക് പോകാം. സുധീഷ് ഗോപാൽ, നമസ്തേ, ഗുഡ് മോർണിംഗ്. എന്താണ് ചെങ്ങന്നൂർ ഒരുങ്ങിക്കഴിഞ്ഞോ? ചെങ്ങന്നൂരിലെ ഒരുക്കത്തിന്റെ ഒരു ലാഞ്ചന സൂചനയെങ്കിലും കാണുന്നുണ്ടോ? പ്രദീപുള്ള, രോഹിണി, ഗുഡ് മോർണിംഗ്. ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഇതര സംസ്ഥാനങ്ങളിൽ നിന്നടക്കം
ഏറ്റവും കൂടുതൽ അയ്യപ്പ ഭക്തർ എത്തിച്ചേരുന്നത് ഈ ചെങ്ങന്നൂരിലേക്കാണ്. പ്രധാന റെയിൽവേ സ്റ്റേഷനിൽ ഇവിടെ വന്ന് ഇറങ്ങിയിട്ടാണ് പലരും ശബരിമലയിലേക്ക് പോകുന്നത്, പമ്പയിലേക്ക് പോകുന്നത്. അപ്പോൾ ഇത്തരത്തിലെത്തുന്ന 10,000-കണക്കിന് ഭക്തരെ ഉൾക്കൊള്ളുന്നതിന് വേണ്ടി, ഇല്ലെങ്കിൽ അവർക്ക് പ്രാഥമിക ആവശ്യങ്ങളെങ്കിലും നിറവേറ്റുന്നതിനുള്ള സൗകര്യം ഒരുക്കുന്നതിൽ ഇന്നും ചെങ്ങന്നൂർ പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു എന്നത് തന്നെയാണ് ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം. അവർക്ക് വിരിവെക്കുന്നതിന് ഉള്ള സംവിധാനം, അതിനുള്ള കെട്ടിടത്തിൻ്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തിയാക്കുമെന്ന് പറഞ്ഞിട്ട് നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്ന ഒരു സാഹചര്യമുണ്ട്. ഇവിടെ എത്തുന്ന മറ്റ് സ്വകാര്യ വാഹനങ്ങളിലെത്തിയാൽ, ഇപ്പോൾ നമുക്കറിയാം ഈ പമ്പയിലെത്തിയാൽ പോലും നിലയ്ക്കലിൽ തിരിച്ചു കൊണ്ടുവന്ന് വാഹനം പാർക്ക് ചെയ്തിട്ട് പോകേണ്ടതായ ഒരു സാഹചര്യമുണ്ട്. അവിടുത്തെ സംവിധാനം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ചെങ്ങന്നൂർ വാഹനം ഇട്ടിട്ടാണ് ഏറെക്കുറെ ഭക്തന്മാരും ഈ KSRTC ആശ്രയിച്ച് പമ്പയിലേക്ക് എത്തുന്നത്. എന്നാൽ അങ്ങനെ ഇടുന്ന വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നതിനുള്ള ഒരു സംവിധാനം അത് ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഒരുക്കാൻ ഇതുവരെയും സാധിച്ചിട്ടില്ല. ഈ മുന്നൊരുക്കങ്ങളെല്ലാം തന്നെയും പ്രഹസനമാവുന്ന ഒരു സാഹചര്യമാണ്. അതുപോലെ തന്നെ ഇത്രയേറെ പേരെത്തുന്ന ഒരു, പ്രത്യേകിച്ച് മണ്ഡലകാലത്ത് എത്തുന്ന അയ്യപ്പ ഭക്തരെത്തുന്ന ഒരു സ്ഥലം എന്ന നിലയ്ക്ക് ചെങ്ങന്നൂരിലെ ആശുപത്രി, ആ ആശുപത്രിയുടെ അടിസ്ഥാന സൗകര്യ വികസനങ്ങൾ, ഈ എത്തുന്ന അയ്യപ്പ ഭക്തർക്ക് അത്യാവശ്യം ചികിത്സ തേടുന്നതിനുള്ള ഒരു സാഹചര്യം അത് ഒരുക്കുന്നതും പൂർണ്ണമായും പരാജയപ്പെട്ടിരിക്കുന്നു. ഇതുപോലെ തന്നെയാണ് ഈ റെയിൽവേ സ്റ്റേഷൻ പരിസരം മുതൽ KSRTC ബസ് സ്റ്റാൻഡ് വരെയുള്ള പ്രദേശത്തെ മാലിന്യം അത് കൃത്യമായും ശുചീകരിച്ച് മുന്നോട്ട് പോകുന്നതിൽ പൂർണ്ണമായും ചെങ്ങന്നൂരിലെ നഗരസഭ അടക്കം പരാജയപ്പെട്ടു എന്നത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ടി വരും. ഇങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ, കുടിവെള്ള വിതരണം, അത് തന്നെ ഏറ്റവും എടുത്തു പറയേണ്ടതാണ്. ചെങ്ങന്നൂർ നഗരത്തിലെ കുടിവെള്ള ക്ഷാമം, അത് ശുദ്ധജല ക്ഷാമം രൂക്ഷമാകുന്നു. ഇതിനോടെല്ലാം ചേർത്ത് പറയേണ്ട മറ്റൊരു പ്രധാന പ്രശ്നമാണ് ചെങ്ങന്നൂർ ഈ മണ്ഡലകാലം ആരംഭിച്ചു കഴിഞ്ഞാൽ അയ്യപ്പ ഭക്തരെ എങ്ങനെ ചൂഷണം ചെയ്യാമെന്നത് ഇവിടുത്തെ ഈ ഭക്ഷണ വിതരണ കേന്ദ്രങ്ങൾ, അത് ഹോട്ടലുകളായാലും ചെറിയ തട്ടുകടയായാൽ പോലും അത്തരത്തിൽ വലിയ രീതിയിൽ ചൂഷണം ചെയ്യുന്നു. ഇതിന് ഭക്ഷ്യസുരക്ഷാ ഉദ്യോഗസ്ഥരോ അതോടൊപ്പം തന്നെ നഗരസഭയോ ഒന്നും തന്നെ വില നിയന്ത്രണത്തിനോ ഒന്നും തന്നെയുള്ള ഒരു ഇടപെടലും നടത്തുന്നില്ല. ഇത് അയ്യപ്പ ഭക്തരെ ചെറുതായിട്ടൊന്നുമല്ല ബുദ്ധിമുട്ടിക്കുന്നത്. തീർത്തും ശുദ്ധമല്ലാത്ത ആഹാരങ്ങൾ, ഇല്ലെങ്കിൽ പഴകിയതടക്കമുള്ള ആഹാരങ്ങൾ വലിയ വിലയ്ക്ക്, തോന്നിയ വിലയ്ക്ക് വിതരണം ചെയ്യുന്ന ഒരു സാഹചര്യം കൂടി ചെങ്ങന്നൂരിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. ഇതിന് എല്ലാം നിയന്ത്രണം ഇടുന്നതിനൊന്നും തന്നെയുള്ള ഒരു നടപടിയും സ്വീകരിക്കാതെ ഇവിടുത്തെ അയ്യപ്പ ഭക്തർ തന്നെ പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോ മണ്ഡലകാലം പൂർത്തിയാവുമ്പോഴും നമുക്കൊരു വിലയിരുത്തൽ വേണം. കഴിഞ്ഞ ഈ ഒരു മണ്ഡലകാലം പൂർത്തിയായപ്പോൾ നമ്മുടെ പ്രവർത്തനങ്ങൾ എത്രത്തോളമായി, എന്നാൽ അതിനൊന്നുമുള്ള ഒരു സംവിധാനങ്ങളും ഇവിടെ ഉണ്ടാവുന്നില്ല. വിലയിരുത്തലില്ല, പോരായ്മകൾ പരിഹരിക്കാനുള്ള ഒരു ക്രിയാത്മകമായ പ്രവർത്തനം ഉണ്ടാവുന്നില്ല എന്നത് തന്നെയാണ് ചെങ്ങന്നൂരെത്തുന്ന അയ്യപ്പ ഭക്തരെ ഏറ്റവും കൂടുതൽ വലയ്ക്കുന്നത്. പ്രദീപുള്ള. റൈറ്റ്, സുധീഷ് ഗോപാൽ പറഞ്ഞത് വളരെ ശരിയാണ്. വിലയിരുത്തലില്ല, അവലോകന യോഗമില്ല. എരുമേലിയിലും കണ്ട് കഴിഞ്ഞ ആഴ്ച രഹസ്യമായിട്ടൊരു അവലോകനവും ചേർന്നു എന്ന് നമ്മുടെ ലേഖകർ പറയുന്നുണ്ടായിരുന്നു. പിന്നെ പരസ്യമായി കഴിഞ്ഞാൽ അവിടെ പ്രതിഷേധം ഉയരും എന്നുള്ള ഭയം കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും അവലോകന യോഗങ്ങൾ ഇനി നട തുറക്കാൻ 9 ദിവസം, മണ്ഡലകാലം ഔദ്യോഗികമായി തുടങ്ങാൻ, വൃശ്ചിക പുലരാൻ 10 നാൾ, യോഗം പോലും ചേർന്നിട്ടില്ല, ഒരുക്കങ്ങളില്ല, പരിശോധനയില്ല. ഇനിയിപ്പോ ഇത് സീസൺ തുടങ്ങി കഴിയുമ്പോൾ എനിക്ക് തോന്നുന്നു ഒരു വലിയ പ്രകടനമായി ഒരു പ്രഹസനം അവിടെ ചെല്ലുമായിരിക്കും. പമ്പയിലൊക്കെ ചെന്ന് നടത്തി, രാജസദസ്സൊക്കെ നടത്തി എല്ലാം പകുതി വഴി മതിയാക്കുന്ന ഒരു സാഹചര്യം. അത് മാത്രമല്ല, സുധീഷ് പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്. അതായത് ഈ കച്ചവട താല്പര്യത്തോടു കൂടിയുള്ള ഒരു കൂട്ടർ സജ്ജമായി കഴിഞ്ഞു. അവർ മാത്രമാണ് ഇപ്പോൾ സജ്ജമാകുന്നത്, ഭരിക്കാനുള്ളവരും അധികാരം വഹിക്കാനുള്ളവരും. അതെ, തീർച്ചയായും. അതായത് ഏറ്റവും മോശം പരിതസ്ഥിതിയിൽ ഉണ്ടാക്കുന്ന ഭക്ഷണം ഉൾപ്പെടെ അമിത വില ഈടാക്കിക്കൊണ്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ മാത്രമാണ് ഇപ്പോൾ നിലവിൽ പുരോഗമിക്കുന്നതെന്നാണ് മനസ്സിലാക്കേണ്ടത്. നമുക്കിപ്പോ ഒരു ഇടവേളയിലേക്ക് പോകണം. ഇടവേള കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഈ മണ്ഡലകാലം അടുക്കുമ്പോൾ, മണ്ഡലകാലത്തിന് ശേഷവും 1-ാം തീയതി നട തുറക്കുമ്പോഴും അല്ലാതെ ശബരിമല വാർത്തകൾ നിറഞ്ഞു നിന്നു, പക്ഷെ ഫോർ ദ റോങ് റീസൺസ്. അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകാം.